അപ്പോൾ ഇങ്ങനെയെല്ലാം നടക്കുമ്പോഴും ഇപ്പോൾ മാസപ്പടി അടക്കം പല വിവാദങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ. അപ്പോൾ ഇതെല്ലാം ഒരു പ്രതികൂല സാഹചര്യമല്ലേ കേരളത്തിൽ ഉണ്ടാക്കുക? ഈ വിവാദങ്ങൾ എന്നാ ഉണ്ടാകാത്തത്? കരുണാകരനെതിരായിട്ട് എത്ര വിവാദം ഉണ്ടായിരുന്നു? പാമോവിൽ കേസ് അവസാനം എന്തെങ്കിലും സംഭവിച്ചു? പക്ഷെ കരുണാകരൻ പല സന്ദർഭങ്ങളും രാജിവെച്ചിട്ട് അന്വേഷണം നേരിട്ടിട്ടുണ്ട്. അത് എല്ലാത്തിനും രാജിവെക്കുന്ന സാഹചര്യങ്ങളല്ലേ. അല്ല, ഒരു ആരോപണം അപ്പം തന്നെ രാജിവെക്കത്തില്ലല്ലോ. ചില സാഹചര്യങ്ങളുണ്ടാക്കി. അന്ന് കരുണാകരനെ കൊണ്ട് രാജിവെപ്പിക്കാൻ ഇപ്പുറത്തെ കോൺഗ്രസിനകത്ത് ശക്തി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ശക്തി ഇപ്പുറത്തില്ല. അവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. മറ്റതല്ല, കരുണാകരനെ രാജിവെപ്പിച്ചേ തീരൂ. രാജൻ കേസ് പ്രശ്നം ഉണ്ടാക്കിയതാരാ? അന്ന് വീക്ഷണത്തിൽ മുഖപ്രസംഗം എഴുതിയില്ലേ CP ശ്രീധരനെ കൊണ്ട്? പാമോയിൽ കേസ് പൊക്കിക്കൊണ്ടുവന്നാരാ? അസൽ ഉൾപ്പെടെയുള്ള ആളുകളല്ലേ. അതിന് ചേട്ടൻ ചാരക്കേസ് കൊണ്ടുവന്ന ISR അതാരാ കൊണ്ടുവന്നത്? കോൺഗ്രസിനകത്തുള്ള സുഹൃത്തുക്കളല്ലേ. അവർ ചെയ്തതുപോലെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ വിവാദങ്ങൾ ഉണ്ടായാലും ആ കരുണാകരൻ ആ വിവാദത്തിൽ നേരിട്ടുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നല്ല പദ്ധതികൾ കൊണ്ടുവന്നത്. ഇത് സമാനമാണ്. വിവാദങ്ങൾ വരും. എന്താ മുഖ്യമന്ത്രി ഫാമിലിക്കെതിരായിട്ട് അന്വേഷിക്കട്ടെ. അന്വേഷിക്കേണ്ടവരല്ല അന്വേഷിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് രാഷ്ട്രീയ ചൂഷണമാണെന്നാണ്. അതെ, അത് നിയമത്തിന് വേണ്ടിക്ക് പൊക്കോട്ടെ, എന്താ കുഴപ്പം? പക്ഷേ ഒരു കാര്യം ഇന്ത്യയിൽ മുഴുവൻ അറിയാം. എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന നേതാക്കന്മാരെ താഴെയിടാൻ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെന്റ് 2G സ്പെക്ട്രം ഇപ്പോൾ എവിടെയാണ്? ആ ഗവൺമെന്റിനെ പിന്നീട് മൂന്നാമത് ഗവൺമെന്റ് വരാതിരിക്കാൻ കഴിഞ്ഞ 2G സ്പെക്ട്രമാണ്. ആ 2G സ്പെക്ട്രത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇപ്പോൾ കാലം കഴിഞ്ഞ് ഗവൺമെന്റ് പോയി. ഞാനിന്ന് ഓർക്കും, ഞാൻ 84 ചേരുന്നു. 87, 88 കാലഘട്ടത്തിലെ ബോഫേഴ്സ് കേസ് വലിയ വിവാദമാണ്. എന്തുണ്ടായി? ഇന്നും ഇന്ത്യയിൽ ആർമിയുടെ ഏറ്റവും നല്ല ആയുധം ബോഫേഴ്സൊക്കെയാണ്. അപ്പൊ ഈ ആരോപണങ്ങൾ വന്നു എന്നതുകൊണ്ട് രാജിവെക്കാൻ കഴിയും, തെളിയിക്കപ്പെടണം. അതിനേക്കാൾ ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഇന്നത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് റാഫേൽ തോക്കിടപാട് ചെറുതാണോ? റാഫേൽ യുദ്ധവിമാനപാട് ചെറുതാണോ? എത്ര ആരോപണങ്ങൾ. അതുകൊണ്ട് പ്രധാനമന്ത്രി രാജിവെക്കുന്നുണ്ടോ? ജനങ്ങളെ തീരുമാനിക്കട്ടെ. അത് തിരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ജനങ്ങൾ വിധി എഴുതും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അങ്ങയുടെ ഒരു ഇതില് കോൺഗ്രസിൽ ഇപ്പൊ കേരളത്തിലെ ശക്തനായ നേതാവ് എന്ന് പറയുന്നത് ആരാ? ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ ഇപ്പൊ കോൺഗ്രസിൽ? ബന്ധമുണ്ട്. ഞാൻ ആരെയും പിടിക്കാറുണ്ട്. ഞാൻ ആരെയും പിടിക്കാതിരുന്നിട്ടുണ്ട്. എനിക്ക് ശത്രുക്കളത്തിൽ ആരും എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളാണ്. എത്രയോ വർഷക്കാലത്തെ വ്യക്തി. ഞാൻ ഈ വ്യക്തിബന്ധം സൂക്ഷിക്കുന്നയാളാണ്. എന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എത്ര ചീത്ത പറഞ്ഞു. അല്ല, അപ്പൊ അപ്പോഴും ഈ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് സത്യമല്ലേ? അങ്ങേ സൈബർ ആക്രമണം നടത്തുന്ന സമയത്ത് അവർക്ക് പറയാമായിരുന്നല്ലോ. അതിപ്പോ അവരാരെയും സംരക്ഷിച്ച് AK ആന്റണിയെ സംരക്ഷിച്ചിട്ടുണ്ടോ? AK ആന്റണിയുടെ മാന്യത പെരുമാറിയിരുന്നില്ല. വേണ്ട, ഉമ്മൻചാണ്ടി സംരക്ഷിച്ചിട്ടുണ്ടോ? സംരക്ഷിക്കേണ്ട. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് അനാവശ്യമായ ആരോപണങ്ങൾ കൊണ്ടുവന്നത് CPI ഒന്നും അല്ലല്ലോ, കോൺഗ്രസിനകത്തുള്ളവർ തന്നെയാണ്. ഇതിനൊരു കലയായിട്ട് കോൺഗ്രസ്സുകാർ കൊണ്ട് കിടക്കുക. പരസ്പരം ചെളിവാരി എറിയാൻ ഈ സൈബറും സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിക്കുകയാണ്. അതെങ്ങോട്ട് പോകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കോൺഗ്രസ് തീരുമാനിക്കും.